പാഠം 3 ബഹുഭുജങ്ങൾ. അപ്പം നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 46 കുത്തുകൾ യോജിപ്പിച്ച് പലതരം രൂപങ്ങൾ എന്ന പ്രവർത്തനം ചെയ്തു കഴിഞ്ഞു. അതിൽ നിന്ന് എന്തൊക്കെ കണ്ടെത്തി? 3 വശങ്ങളുള്ള രൂപങ്ങളെ ത്രികോണങ്ങളെന്നും 4 വശങ്ങളുള്ള രൂപങ്ങളെ ചതുർഭുജങ്ങൾ, 5 വശങ്ങളുള്ള രൂപങ്ങളെ പഞ്ചഭുജങ്ങൾ, 6 വശങ്ങളുള്ള രൂപങ്ങളെ ഷഡ്ഭുജങ്ങളെന്നും മനസ്സിലാക്കി. അതിൽ നിന്നും ബഹുഭുജങ്ങൾ എന്ന ആശയവും മനസ്സിലാക്കി. ഇപ്പൊ ബഹുഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അതിലധികമോ വശങ്ങളുള്ള അടഞ്ഞ രൂപങ്ങളാണ് ബഹുഭുജങ്ങൾ. ഏറ്റവും ലളിതമായ ബഹുഭുജമാണ് ത്രികോണം. അപ്പൊ അതൊന്ന് നോക്ക്. 3 അതിലധികമോ വശങ്ങളുള്ള അടഞ്ഞ രൂപങ്ങളാണ് ബഹുഭുജങ്ങൾ. അതിൽ ഏറ്റവും ലളിതമായ രൂപമാണ് ത്രികോണം. പിന്നെ 4 വശങ്ങളാണെങ്കിൽ ചതുർഭുജം, 5 വശങ്ങളാണെങ്കിൽ പഞ്ചഭുജം, 6 വശങ്ങളാണെങ്കിൽ ഷഡ്ഭുജം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ പ്രവർത്തനത്തിൽ നിന്നും കണ്ടെത്തിയത്. അടുത്തത് കോണുകളുടെ തുക. അപ്പം നമുക്ക് ത്രികോണത്തിന്റെ കോണളവുകളുടെ തുക 180 ആണെന്ന് അറിയാം. അതായത് ത്രികോണത്തിന്റെ 3 കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. ഇനി നമുക്ക് അതുപോലെ ചതുർഭുജം നോക്കാം. അപ്പോൾ ഒരു ചതുർഭുജം നോക്ക്. ചതുർഭുജത്തിന് ഞാനൊരു വികരണം വരച്ചു. വികരണം വരച്ചപ്പോൾ ചതുർഭുജം എന്തായി മാറി? 2 ത്രികോണങ്ങളായി മാറി. ചതുർഭുജം 2 ത്രികോണങ്ങളായി മാറി. അപ്പം 4 വശങ്ങളുള്ള ചതുർഭുജത്തിന്റെ ഒരു വികരണം വരച്ചപ്പോൾ അതെന്തായി മാറി? 2 ത്രികോണങ്ങളായി മാറി. അപ്പൊ ആകെ കോണളവ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ത്രികോണങ്ങളുടെയും കോണളവുകളുടെ തുകയല്ലേ. അപ്പൊ ഒന്നാമത്തെ ത്രികോണത്തിന്റെ കോണളവ് 180, രണ്ടാമത്തെ 180. അപ്പൊ ചതുർഭുജത്തിന്റെ ആകെ കോണളവുകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 180 കൂട്ടിയാൽ 360. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? 4 വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 180. 2 ഗുണിക്കണം 180 360 ഡിഗ്രി എന്ന് പറയാം. അതായത് 4 വശങ്ങൾ ഉള്ള ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക സമം 2 180 ആണ്. അപ്പൊ 2 ഗുണിക്കണം 180 360 എന്ന് കിട്ടും. അതായത് ചതുർഭുജത്തിലെ കോണുകളുടെ തുക 360 ഡിഗ്രി. ചതുർഭുജത്തിലെ കോണുകളുടെ തുക 360 ഡിഗ്രി. കോണുകളുടെ തുക 360 ഡിഗ്രി. അടുത്തത് പഞ്ചഭുജം. അപ്പൊ പഞ്ചഭുജം എന്ന് പറഞ്ഞാൽ 5 വശങ്ങളുള്ള ജാമിതീയ രൂപമാണ്. പഞ്ചഭുജത്തെ നമുക്ക് എത്ര ത്രികോണങ്ങളായി ഭാഗിക്കാം? ഒന്ന് വരച്ചു നോക്കിയേ. ഇപ്പൊ 3 ത്രികോണങ്ങളായി ഭാഗിക്കാം. പഞ്ചഭുജത്തെ നമുക്ക് 3 ത്രികോണങ്ങളായി ഭാഗിക്കാം. അപ്പൊ അതിന്റെ ആകെ കോണളവുകൾ എന്ത് വരും? ഓരോ ത്രികോണത്തിനും 180. അപ്പൊ 3 ത്രികോണങ്ങളുണ്ട്, 3 180 വരും. 3 ഗുണിക്കണം 180. അതായത് ആകെ 5 വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 5 വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ത്രികോണങ്ങളുണ്ട്? 3 ത്രികോണങ്ങൾ. ഓരോ ത്രികോണത്തിനും 180 ഡിഗ്രി. അപ്പൊ 3 ഗുണിക്കണം 180 540 എന്ന് കിട്ടും. അപ്പൊ പഞ്ചഭുജത്തിന്റെ കോണളവുകളുടെ തുക 540. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഷഡ്ഭുജം കണ്ടെത്താം. ഷഡ്ഭുജത്തിന് എത്ര ത്രികോണങ്ങൾ ഉണ്ടാവും? 4 ത്രികോണങ്ങൾ. അപ്പൊ 6 വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ത്രികോണങ്ങളാണ്. 4 ഗുണിക്കണം 180. 4 ഗുണിക്കണം 180 720 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക്
8 വശങ്ങളുള്ള ബഹുഭുജം. 8 വശങ്ങളാണെന്ന് വിചാരിച്ചോ. 8 വശങ്ങളുള്ള ബഹുഭുജത്തിന് എത്ര ത്രികോണങ്ങളാക്കി മാറ്റാം? 8 വശങ്ങളാണെങ്കിൽ 6 ത്രികോണങ്ങൾ. ഇനി 12 വശങ്ങളാണെങ്കിലോ? 12 വശങ്ങളുള്ള ബഹുഭുജത്തെ എത്ര ത്രികോണങ്ങളാക്കി മാറ്റാം? 10 ത്രികോണങ്ങൾ. അതുപോലെ n വശങ്ങളാണെങ്കിൽ അവിടെ നമുക്ക് എത്ര ത്രികോണങ്ങളാക്കി മാറ്റാം? 8 ആണെങ്കിൽ 6, 12 ആണെങ്കിൽ 10. അപ്പൊ n ആണെങ്കിലോ? n-2 ത്രികോണങ്ങളാക്കി മാറ്റാം. n-2 ത്രികോണങ്ങൾ. അപ്പോൾ 8 വശങ്ങളാണെങ്കിൽ 6 ത്രികോണങ്ങൾ നിർമ്മിക്കാം. 12 വശങ്ങളാണെങ്കിൽ 10 ത്രികോണങ്ങൾ. n വശങ്ങളാണെങ്കിൽ n-2 ത്രികോണങ്ങൾ. അങ്ങനെയാണെങ്കിൽ n വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ ആകെ കോണളവുകളുടെ തുക എന്തായിരിക്കും? n-2 ത്രികോണങ്ങൾ ഉണ്ടാവും. അപ്പൊ n-2 ഗുണിക്കണം 180. അപ്പൊ n വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-2 ഗുണിക്കണം 180 ഡിഗ്രിയാണ്. മനസ്സിലായില്ലേ ഇത്?